കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പിറവത്ത് കിസാൻ സഭ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.എം. ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക, രാസവള കീടനാശിനി വിലവർധന തടയുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ ദേശവ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് പിറവത്തും ധർണ സംഘടിപ്പിച്ചത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക, രാസവള കീടനാശിനി വില വർധന തടയുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ ദേശവ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പിറവത്ത് ധർണ സംഘടിപ്പിച്ചു. കിസാൻ സഭ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവം പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് കർഷകർ ധർണ നടത്തിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.എം. ദിനകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. രാസവളത്തിന്റെ വില ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞു. ഫാക്ടംബോസിൻ്റെതായാലും പൊട്ടാഷിൻ്റെതായാലും യൂറിയ ഉൾപ്പെടെ കൂട്ടുവളങ്ങൾ ഉൾപ്പെടെ എല്ലാ വളത്തിൻ്റെയും വില 4 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഓരോ കൃഷികൾക്കും പ്രത്യേകമായിട്ടുള്ള വളങ്ങളുണ്ട്. ആ ഓരോ വിളകൾക്കും ആവശ്യമായിട്ടുള്ള വളത്തിൻ്റെ ലഭ്യതക്കുറവ്, വില കൊടുക്കാം, വില വളരെ പ്രയാസപ്പെട്ട് കൊടുക്കുന്നു. എന്നാൽ കർഷകന് ആവശ്യമുള്ള വളങ്ങൾ യഥാസമയം ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. അതിന് അടിയന്തരമായി പരിഹാരമുണ്ടാകണം. മണ്ഡലം പ്രസിഡന്റ് രാജീവ് പോൾ അധ്യക്ഷത വഹിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് CN സദാമണി, KP ഷാജഹാൻ, അംബിക രാജേന്ദ്രൻ, സുമയ്യ ഹസൻ, PG മോഹനൻ, KP പത്രോസ്, ബിജോ പൗലോസ്, ബാബു വർഗീസ്, S അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. CPA സംസ്ഥാന കൌൺസിൽ അംഗം KN സുഗതൻ, AITUC ജില്ലാ സെക്രട്ടറി KN ഗോപി, MM ജോർജ്, അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ, AP ഷാജി, MM ഏലിയാസ്, TM ഹാരിസ്, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ടോമി വർഗീസ് എന്നിവർ സംസാരിച്ചു. 2014 അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കർഷകർക്ക് ഒട്ടേറെ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയവരായിരുന്നു. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്നും കർഷകരുടെ ഉൽപാദന ചെലവിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വില ലഭ്യമാക്കുവാൻ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് പറഞ്ഞവർ അധികാരത്തിലേറിയപ്പോൾ കാർഷിക മേഖലയും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുവാൻ വേണ്ടിയുള്ള നയങ്ങളാണ് അവർ സ്വീകരിച്ചത്. കർഷകരെന്ന് പറയുന്നത് ഈ നാടിന്റെ നട്ടെല്ലാണ്. കർഷകരില്ലെങ്കിൽ ഇവിടെ ജനങ്ങളില്ല, കർഷകരില്ലെങ്കിൽ ഇവിടെ ഭക്ഷണമില്ല. ആ സ്ഥിതിയാണ് ഇവിടെയുള്ളത്. കാർഷിക മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നയങ്ങൾ കൊണ്ടുവന്ന് കർഷകരെ ദുരിതത്തിലും കടക്കിണിയിലുമാക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. എപ്പോഴാണ് ഒരു നാട് മാറുന്നത്? ഒരു വിഷൻ ഉണ്ടാകുമ്പോൾ, ആ വിഷനെ നെഞ്ചിലേറ്റുന്ന സമാന ഹൃദയങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുമ്പോൾ, അപ്പോൾ ആ വിഷൻ ആശയത്തിനപ്പുറം ഒരു വികാരമായി മാറുന്നു. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ സ്പർശിക്കുന്നു. അതിശക്തമായ ഒരു കണക്ഷനാകുന്നു. അതിരുകൾ കടന്ന് സ്വീകാര്യത നേടുന്നു. അങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ ഒരു ചെറിയ കൂട്ടായ്മയായി തുടങ്ങിയ കേരള വിഷൻ ഇന്ന് ആഗോള ഭീമന്മാരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നു. നമ്മുടെ നാടിന് അഭിമാനമായി 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.